ഇന്നലെ കിട്ടിയതാണ് ഈ വാഴപ്പിണ്ടി. അപ്പോൾ പിന്നെ വാഴപ്പിണ്ടിയും മുതിരയും കൂടി ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് രാത്രി തന്നെ മുതിരേനെ നന്നായി വറുത്ത് വെള്ളത്തിലൊക്കെ കുതിർത്തി വെച്ചു. ഇനി ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ച് 5 വിസിൽ വരുന്ന വരെ കുക്കറിൽ വേവിച്ചെടുക്കാം. ഇനി വാഴപ്പിണ്ടി മുറിക്കണ സാഹസം ഒന്ന് കണ്ടു നോക്കിയാലോ. കുഞ്ഞു വാഴപ്പിണ്ടിയാണെങ്കിലും ഇതിനെ മുറിക്കണ പരമ്പരാഗത രീതി ഇങ്ങനെയാണേ. ഇങ്ങനെ മുറിച്ച് ചുറ്റിയെടുക്കുമ്പോൾ കുറേ നാരുകളൊക്കെ നമ്മളുടെ കയ്യിൽ തന്നെ പോന്നു കിട്ടും. ഇതാ ഇങ്ങനെ ചുറ്റിയ നൂലിനെ നമുക്ക് അഴിച്ചു മാറ്റി കളയുകയും ചെയ്യാം. ഇതാ ഇങ്ങനെയൊക്കെയാണ് അപ്പം നമ്മൾ വാഴപ്പിണ്ടീനെ മുറിക്കുക. പക്ഷെ നിങ്ങളത് നോക്കണ്ട കേട്ടോ, നിങ്ങൾ എളുപ്പം എങ്ങനെയാ വെച്ചാൽ അങ്ങനെ മുറിച്ചോളൂ. അങ്ങനെ കുറച്ച് സമയത്ത് വാഴപ്പിണ്ടിയൊക്കെ അരിഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മുതിരയും വെന്തു. ഇനി ഈ മുതിരയുടെ കൂടെ തന്നെ ഈ ഉണ്ണിത്തണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി 2 സ്റ്റീമിൽ വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് രണ്ടും നന്നായി വെന്ത് കഴിഞ്ഞു. ഇനി അതിലധികം വെള്ളം ഉണ്ടെങ്കിൽ അതൊന്നും അങ്ങോട്ട് വറ്റിച്ചെടുത്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് അരിമണിയും കറിവേപ്പിലയും ചുമന്ന മുളകും കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ച മുതിരയും വാഴപ്പിണ്ടിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തോളൂ. അങ്ങനെ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള മുതിര വാഴപ്പിണ്ടി മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടോ. ഇനിയും ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾ കാണാൻ ചില്ലി ഫ്ലേക്സിനെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.